വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശ ചികിത്സാ വിവരങ്ങൾ മറച്ചുപിടിച്ച സർക്കാർ. വിദേശത്തും നാട്ടിലെ സ്വകാര്യ ആശുപത്രികളിലും എത്ര തവണ ചികിത്സ നേടിയെന്ന വിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് വിവരാവകാശ മറുപടി. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ ചികിത്സ നേടിയ സ്ഥലവും ആശുപത്രികളുടെ സ്വഭാവവും മറച്ചുപിടിക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ എന്ന വിചിത്രവാദം ഉയർത്തി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും മറ്റ് ചികിത്സയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 2,14,30,660 രൂപയെന്ന് വിവരാവകാശ രേഖ. ആർക്കെത്ര രൂപ ചെലവഴിച്ചെന്നത് അടക്കമുള്ള വിവരങ്ങളാണ് മറച്ചുപിടിച്ചിട്ടുള്ളത്. CPM പോളിറ്റ് ബ്യൂറോയിൽ നിന്നും കത്ത് ചോർത്തിയ വിവാദം സംസ്ഥാന നേതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നെന്ന വിവരം പുറത്തുവരുന്നത്. 2022 അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് മുഹമ്മദ് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്തതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാജേഷിനും പരാതി നൽകിയിരുന്നു. അന്ന് ഈ വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്തു. പുറത്തറിയാത്ത വിധം മറച്ചുവെച്ചു. വീണ്ടും രാജേഷ് കൃഷ്ണ പാർട്ടിയുടെ നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി ശക്തനായി മാറി. രാജേഷ് കൃഷ്ണയെ പാർട്ടി സഹായിക്കുന്നതിൽ വിരളി പൂണ്ട മുഹമ്മദ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി നൽകുന്നു. പോളിറ്റ് ബ്യൂറോയുടെ നേതൃചുമതലയുള്ള അശോക് ധാവരയ്ക്ക് പരാതി നൽകണമെങ്കിൽ വെറും പാർട്ടി അംഗം മാത്രമായാൽ പോരാ. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നേതാവ് സഹായിച്ചിരിക്കണം. പാർട്ടി ഉൾത്തടങ്ങളിൽ ഇതും പരിശോധിക്കുന്നുണ്ട്. മുഹമ്മദ്